ഐ ഗെസ് നാഷ്റഫ് പട്ടാമ്പി. നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണുന്നൊരു ശീലമാണ് ഇന്ന് നമുക്ക് എന്തെങ്കിലും വസ്തുക്കൾ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ അത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൊറോണയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിൽ ഈ ഒരു ശീലം, ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ദുശ്ശീലം എന്നോ പറയാവുന്ന ഈ ആക്ടിവിറ്റി വ്യാപകമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും മഹാമാരികൾ ഉണ്ടായി, ആരാണ് നമ്മുടെ നാട്ടിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാൻ സാമ്പത്തികമായി സഹായം ചെയ്യാറ്? ഈ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന വലിയ വലിയ കമ്പനികളാണോ? അവരെ ക്യാഷ് അവരിവിടുന്ന് നമുക്ക് സാധനം വാങ്ങി തരുന്നു. അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് അവർ ഒന്നല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ കാശ് കൊണ്ട് കാശ് ഇവിടെ കറങ്ങുന്നില്ല, ഇവിടുത്തെ ആളുകൾക്ക് അതിൻ്റെ ഉപയോഗം കിട്ടുന്നില്ല. അത് മറ്റെങ്ങോട്ടോ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളെ വിശ്വസിച്ച് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങിയിട്ടുള്ള, ഇടപാടുകൾ തുടങ്ങിയിട്ടുള്ള നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ, നമ്മോടൊപ്പമുള്ള ബിസിനസ്സുകാരന്, കച്ചവടക്കാർക്ക്, നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് വലിയ നഷ്ടമാണ്, വലിയ ക്ഷീണമാണ്, അതുവഴി ലോസാണ് അതുവഴി വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ ഇവരുടെ അടുത്തേക്ക് നമ്മളൊരു ആവശ്യം പറഞ്ഞ് ചെല്ലുമ്പോൾ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പരിഹരിക്കാൻ ആവശ്യം പറഞ്ഞ് ചെല്ലുമ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിലല്ലേ അവർക്കത് ആ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. സമ്പത്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ചെറുകിട കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അവിടുന്ന് വാങ്ങുമ്പോൾ അതൊരു ചക്രമായിട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും, അത് എല്ലാവരിലേക്കും എത്തും. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ദോഷഫലം എന്ന് പറഞ്ഞാൽ ഒരു വർഷം 5-10 വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ പല സംരംഭകരും പല ചെറുകിട കച്ചവടക്കാരും ചിലപ്പോൾ ഷട്ടറിടേണ്ടി വരും. അതിൻ്റെ ഒരു ക്ഷീണം അവരിൽ മാത്രമായിട്ട് ഒതുങ്ങില്ല. കാരണം ഇതൊരു ചക്രമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചക്രം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഞെളുക്കം വന്നാൽ പിന്നെ അത് കറങ്ങാൻ പ്രയാസമായിരിക്കും. അതിൻ്റെ ക്ഷീണം വലിയ രീതിയിൽ ബാക്കിയുള്ളവർ മൊത്തം ഒരു നാടിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് എന്തിനും ഏതിനും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആ ഒരു സ്വഭാവം, ആ ദുശ്ശീലം മാറ്റിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത്, മറ്റേ അത്യാവശ്യമാണെങ്കിൽ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ചില സാധനങ്ങൾ കിട്ടാൻ പ്രയാസമുള്ളത് മാത്രം, അല്ലെങ്കിൽ ഓൺലൈനിൽ മാത്രം ലഭിക്കുന്ന ചില പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം, അത് മാത്രം അങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നല്ലാതെ എന്തിനും ഏതിനും മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് മറ്റ് ഓൺലൈൻ പർച്ചേസ് ഒഴിവാക്കി നമ്മുടെ നാട്ടിലെ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധത്തിൻ്റെ ഒരു ഊഷ്മളത, ഒരു സ്നേഹത്തിൻ്റെതായ ഒരു ഊഷ്മളത അവിടെ ഉണ്ടാകുന്നുണ്ട്.